വിശദമായ വാർത്തകൾ നോക്കാം. രാജിയിൽ തീരുമാനം ഉടൻ. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയ എം മുകേഷ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ തെളിവുകൾ അഭിഭാഷകൻ ജിയോ പോളിന് മുകേഷ് കൈമാറി. ഇതിനിടെ മുകേഷിന്റെ ജാമ്യ ഹർജി കേൾക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര കത്തയച്ചു. അതിനാടകീയമായിരുന്നു ബലാത്സംഗ കേസ് പ്രതി എം മുകേഷിന്റെ നീക്കങ്ങൾ. തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് തന്നെ പിന്തുടർന്ന മാധ്യമങ്ങളുടെയെല്ലാം കണ്ണുവെട്ടിച്ച് കൊച്ചിയിലും തുടർന്നു സസ്പെൻസ്. അഭിഭാഷകനെ ഓഫീസിലെത്തി കാണുമെന്നറിയിച്ചതോടെ അഡ്വക്കേറ്റ് ജിയോ പോളിന്റെ ഓഫീസിന് മുൻപാകെ മാധ്യമപ്പട. ഇതിനിടെ ഉച്ചകഴിഞ്ഞ് ഹൈക്കോടതിയിൽ കേസുണ്ടെന്ന് പറഞ്ഞ അഭിഭാഷകൻ ഓഫീസിൽ നിന്നിറങ്ങി. കോടതിയിൽ കയറിയ അഭിഭാഷകൻ പിൻഗേറ്റിലൂടെ വടവുകോട്ടെ സ്വന്തം വീട്ടിലേക്ക്. രഹസ്യമായി അവിടെയെത്തിയ നടൻ മുകേഷുമായി 1.5 മണിക്കൂർ നീണ്ട ചർച്ച. ജാമ്യാപേക്ഷയിൽ പറഞ്ഞ തെളിവുകൾ അഭിഭാഷകന് കൈമാറി മാധ്യമങ്ങൾ എത്തും മുമ്പേ മുകേഷ് മുങ്ങി. കോടതിയിൽ ഉന്നയിച്ച ബ്ലാക്ക്മെയിലിംഗ് പരാതിയിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. ഇതിനിടെ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കേൾക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് അനിൽ അക്കരെ കത്തയച്ചു. മുകേഷിന്റെ ഹർജി കേട്ട എറണാകുളം ജില്ലാ ജഡ്ജിക്ക് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ആരോപണം. മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPMനായി മത്സരിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യമുയർന്നതിനിടെ നിർണായക CPIM സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ഉച്ചവരെ മുകേഷ് വിഷയം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തില്ല. രാജിക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തേക്കും. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, ഇപ്പോഴും സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണോ? നിർണായകമായ തീരുമാനം എപ്പോൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? പ്രവിധ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചത്. രാവിലെ മുതൽ ഉച്ചവരെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നെങ്കിലും മുകേഷിൻ്റെ വിഷയം ഈ യോഗത്തിൽ ചർച്ചയായില്ല. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് സംഘടനാ വിഷയങ്ങളും അതോടൊപ്പം തന്നെ സമ്മേളനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് സൂചന വരുന്നത്. ഏതായാലും വിവിധ കോണുകളിൽ നിന്ന് മുകേഷിൻ്റെ രാജിക്കായുള്ള സമ്മർദ്ദം ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. CPI ഇക്കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഘടകകക്ഷിയായ NCPയും മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാജിവെക്കുന്നതാണ് ഉചിതം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഈ സമ്മർദ്ദങ്ങളൊക്കെ ശക്തമാകുന്നതിനിടയിൽ ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മുകേഷിൻ്റെ രാജിക്കാര്യം ചർച്ച ചെയ്യുമെന്ന സൂചന തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ഏതായാലും വിശദമായൊരു ചർച്ച ഇക്കാര്യത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPIM സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. മുതിർന്ന CPIM നേതാക്കൾ, കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന വനിതകൾ ഇക്കാര്യത്തിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടി പരിഗണിച്ചാകും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. പ്രവിധ. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എം മുകേഷ് നിയമസഭാ അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും വ്യാപക പ്രതിഷേധം. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 2 ദിവസത്തിനുള്ളിൽ മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ AKG സെന്ററിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തക പ്രൊഫസർ കുസുമം ജോസഫ് പറഞ്ഞു. കൊല്ലത്ത് വിമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് എം മുകേഷ് MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചിലർ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചു. മുകേഷ് രാജിവെക്കും വരെ സമരമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP. മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച്. പോലീസ് തടഞ്ഞതോടെ സംഘർഷമുണ്ടായി. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മുകേഷിന്റെ ഓഫീസിലേക്ക് SDPIയും പട്ടത്താനത്തെ വസതിയിലേക്ക് BJPയും പ്രതിഷേധ മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. എം മുകേഷിന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് CPIM ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് CPIMലുണ്ട്. എൽദോസ് കുന്നപ്പിള്ളിൽ വിഷയത്തിൽ പാർട്ടി നിലപാടെടുത്തെന്നും കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായതുകൊണ്ടാണ് സംരക്ഷിച്ചതെന്നും VD സതീശൻ പറഞ്ഞു.
മുകേഷ് തീരുമാനം എടുക്കില്ലല്ലോ രാജിവെക്കാൻ, അദ്ദേഹം സ്വയം തീരുമാനം എടുത്തില്ലല്ലോ. അപ്പോൾ CPM ആണ് എടുക്കേണ്ടത്. CPM എടുക്കുന്നില്ല. ഇപ്പോൾ CPM പ്രതിക്കൂട്ടിലായില്ലേ. ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം CPMൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. ഇപ്പം ഞാൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ശേഷമാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വരുന്നത്. ആ കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം അപേക്ഷ കൊടുത്തപ്പോൾ ആ കോടതി വിധി വളരെ വ്യക്തമായൊരു കോടതി വിധിയാണ്. അത് ഈ ആരോപണം ശരിയല്ല എന്നുള്ള രീതിയിൽ. മുകേഷ് വിഷയത്തിൽ സംസ്ഥാന CPIയിൽ ചേരിതിരിവുണ്ടാക്കിയത് ആനി രാജ എന്ന കുറ്റപ്പെടുത്തലുമായി ബിനോയ് വിശ്വം. സംസ്ഥാന വിഷയങ്ങളിൽ ആനി രാജ അഭിപ്രായം പറയേണ്ട എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ ആനി രാജയെ മറയാക്കി പുതിയ ചേരിതിരിവ് രൂപപ്പെടുന്നത് മുന്നിൽ കണ്ടാണ് ബിനോയ് വിശ്വം സ്വരം കടുപ്പിച്ചത്. ആനി രാജ NFIW നേതാവാണ്. അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ CPI രാഷ്ട്രീയം നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ വേറെ ആരും. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ സംസ്ഥാന CPIയിൽ ഭിന്നതയുണ്ടെന്ന് തോന്നിപ്പിച്ചത് ആനി രാജയുടെ ഇടപെടലാണെന്ന കുറ്റപ്പെടുത്തലാണ് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ. ആനി രാജയുടെ പരിധിവിട്ട പ്രതികരണമുണ്ടാക്കിയ സമ്മർദ്ദമാണ് അടിയന്തര എക്സിക്യൂട്ടീവ് വരെ വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിച്ചത്. എക്സിക്യൂട്ടീവ് ചേർന്നപ്പോഴാകട്ടെ പാർട്ടി സെക്രട്ടറിയുടെ സമീപനത്തേക്കാൾ മേൽക്കൈ കിട്ടിയത് ആനി രാജയുടെ വാദഗതിക്ക്. മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ള വനിതാ നേതാക്കളെല്ലാം ആനി രാജയുടെ അതേ നിലപാടാണ് എക്സിക്യൂട്ടീവിൽ സ്വീകരിച്ചത്. ഇത് സ്ഥിരീകരിക്കുന്നതായിരുന്നു ചിഞ്ചുറാണിയുടെ 24നോടുള്ള ഇന്നത്തെ പ്രതികരണം. ബിന്ദുവും വീണ ജോർജുമൊക്കെ കരുതലോടെ പ്രതികരിച്ച വിഷയത്തിൽ മന്ത്രിസഭയിലെ CPIയുടെ ഒരേ ഒരു വനിതാ മന്ത്രി വ്യത്യസ്ത നിലപാടെടുത്തു എന്നതും ബിനോയ് വിശ്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ഒതുക്കപ്പെട്ട പ്രകാശ് ബാബുവും നേരത്തെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. പാർട്ടി നിലപാട് സെക്രട്ടറിയേക്കാൾ കരുത്തോടെ പറയുന്ന ഈ പ്രവണത മുകേഷ് വിഷയത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന് ഔദ്യോഗിക പക്ഷം സംശയിക്കുന്നതും അതുകൊണ്ടാണ്. കേരളത്തിലെ പാർട്ടിയുടെ ശാക്തിക ചേരിയിൽ ആനി രാജ എന്ന കരുവിനെ ഉപയോഗിച്ച് കളിക്കാൻ ആരും മുതിരേണ്ടെന്ന് കർക്കശമായി ബിനോയ് വിശ്വം ഇന്ന് തുറന്നടിച്ചത് വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനം കൂടി മുന്നിൽ കണ്ടാണ്. ന്യൂസ് ഡെസ്ക് 24. നടന്മാർക്കെതിരായ ലൈംഗിക ചൂഷണ പരാതികളിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക സംഘം കോഴിക്കോടും കൊച്ചിയിലും എത്തി പരാതിക്കാരുടെ മൊഴിയെടുത്തു. മുകേഷിനെതിരെ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ VS ചന്ദ്രശേഖരന്റെ അറസ്റ്റ് കോടതി തടഞ്ഞു. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ ലൈംഗിക പീഡന കേസുകളുടെ ചുമതല പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു. ഓരോ കേസിനും DYSPമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ട്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. പ്രധാനപ്പെട്ട കേസുകളൊക്കെ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷിക്കുന്നത്. അവരെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമാണ്. അപ്പോൾ അവരെല്ലാം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇനി മുമ്പോട്ട് പോയി. മുകേഷിനെതിരായ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കൊച്ചിയിലെ നടി ആവർത്തിച്ചു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റവും ഇല്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ ഇടവേള ബാബു, സുധീഷ് എന്നിവർക്കെതിരെ പരാതി നൽകിയവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു. രഞ്ജിത്തിനെതിരെ തെളിവുകൾ കൈമാറിയെന്ന് പരാതി നൽകിയ യുവാവ് അറിയിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ VS ചന്ദ്രശേഖരന്റെ അറസ്റ്റ് എറണാകുളം സെഷൻസ് കോടതി തിങ്കളാഴ്ച വരെ തടഞ്ഞു. 24 കൊച്ചി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പൂഴ്ത്തിവെക്കുന്നത് ശരിയല്ലെന്ന് നടൻ ലാലു അലക്സ്. റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണം. ഉള്ളടക്കം ശരിയായി മനസ്സിലായാലേ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയൂ. അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ റിപ്പോർട്ട് മുഴുവനായി പുറത്തുവരണമെന്നും ലാലു അലക്സ് 24നോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ അകത്ത് കുറേ അടച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കുറേ ഹൈഡ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് ഞാനും അറിയുന്നു. എനിക്കറിയില്ല. ആ ഹൈഡ് ചെയ്തതെല്ലാം പുറത്തു കൊണ്ടുപോകുന്ന ഒരു നല്ല കാര്യമാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. അമ്മയെക്കുറിച്ചോ അമ്മയുടെ തലപ്പത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒരു അക്ഷരം മിണ്ടാൻ എനിക്കിപ്പോൾ യോഗ്യതയില്ല. കാരണം ഇപ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ പിരിച്ചു വിട്ടിരിക്കുക അല്ലേ. അന്നേരം ഇനി അത് ആക്റ്റീവ് ആകട്ടെ. അന്നേരം ഞാനിപ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ പറയുന്നത് ശരിയല്ല. അത് പറയേണ്ട സമയം വരും, അന്നേരം പറയാം. ഹേമ
കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടലുമായി ദേശീയ വനിതാ കമ്മീഷൻ. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്ന് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ കത്ത് നൽകിയിരുന്നു. കമ്മീഷൻ ഇടപെടലിനെതിരെ CPI ദേശീയ നേതാവ് ആനി രാജ രംഗത്തെത്തി. ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പ്രേരിതമാണ് ദേശീയ വനിതാ കമ്മീഷൻ തീരുമാനമെന്നും ആനി രാജ പറഞ്ഞു. സർക്കാരിനെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്താമോ എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ വനിതാ കമ്മീഷൻ സത്യത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ള ഇത്തരത്തിലൊന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഏജൻസിയായി കേന്ദ്ര വനിതാ കമ്മീഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയുടെ സ്ത്രീകളുടെ മുമ്പിലുള്ളത്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുന്നിലുള്ളതെന്നുള്ളതാണ്. ഇത് ഈ രാജ്യത്തെ സ്ത്രീകളുടെ ഒരു ദുരന്ത സ്ഥിതിയെ കാണിക്കുന്ന ഒന്നാണ്. മുകേഷ് വിഷയത്തിൽ CPIM സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി പാർട്ടിയിലെ വനിതാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. മുകേഷിന് പ്രതിരോധമൊരുക്കിയ EP ജയരാജന്റെ വാദം ബൃന്ദ കാരാട്ട് തള്ളി. കുറ്റക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് സുഭാഷിണി അലിയുടെ പ്രതികരണം. വനിതാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ചോദ്യങ്ങളിൽ നിന്നും പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞുമാറി. ബലാത്സംഗ കേസ് പ്രതികളായ 2 കോൺഗ്രസ് MLA-മാർ നിയമസഭാ സാമാജികരായി തുടരുന്നുവെന്ന് ന്യായീകരിച്ചായിരുന്നു LDF കൺവീനർ EP ജയരാജൻ മുകേഷിന് പ്രതിരോധം തീർത്തത്. അവർ ചെയ്തതുകൊണ്ട് നമ്മളും എന്ന വാദത്തിലേക്ക് കടക്കരുതെന്നും അത് തെറ്റാണെന്നും ജയരാജനെ തിരുത്തുകയാണ് ബൃന്ദ കാരാട്ട്. പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിലാണ് ബൃന്ദ കാരാട്ട് നിലപാട് വ്യക്തമാക്കിയത്. തെറ്റ് ചെയ്തവർ ആരായാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് PB അംഗമായ സുഭാഷിണി അലി 24-നോട്. And I'm sure that the government will act in a proper way, and it is not only women of other parties, it is women in our party everywhere who are very much angry, who are very much perturbed by what is happening, and certainly there will be no escape for anybody against whom a proper case is registered. വനിതാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. അത് കേരളത്തിലെ നമ്മളിവിടെ പറയുന്നത് ഈ കാര്യം കേരളത്തിലെ ഡിസൈഡ്. ലാവ്ലിൻ കേസ് നേരിടുന്ന പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെതിരെ അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയായിരുന്ന പ്രകാശ് കാരാട്ടിനോട് ചോദ്യമുയർന്നു. MLA-യോ MP-യോ മന്ത്രിയോ ആയിരുന്നെങ്കിൽ രാജി ആവശ്യപ്പെടുമെന്നായിരുന്നു അന്ന് പ്രകാശ് കാരാട്ടിന്റെ പ്രതികരണം. ഇപ്പോൾ സംസ്ഥാന ഘടകം തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അതേ പ്രകാശ് കാരാട്ട്. പാർട്ടി നിലപാട് പറയാൻ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അസുഖബാധിതനായി ചികിത്സയിലുമാണ്. 24 ഡൽഹി. സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ FFKയിൽ നിന്ന് സംവിധായകൻ ആഷിഖ് കപൂർ രാജിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള സംഘടനയുടെ മൗനത്തെ വിമർശിച്ചാണ് രാജി. കാപട്യം നിറഞ്ഞവരാണ് FFKയുടെ നേതൃത്വത്തിൽ ഉള്ളതെന്ന് ആഷിഖ് കപൂർ രാജിക്കത്തിൽ വിമർശിച്ചു. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നതിൽ മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദം BJPക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത കൂറ്റൻ വെങ്കല പ്രതിമയാണ് 1 വർഷം തികയും മുമ്പ് തകർന്നു വീണത്. മഹാരാഷ്ട്രക്കാർ ദൈവതുല്യനായി കാണുന്ന ശിവാജിയുടെ പ്രതിമ തകർന്നത് സംസ്ഥാന സർക്കാരിന് വൻ നാണക്കേടായി. പ്രതിപക്ഷം വിഷയം ആളിക്കത്തിച്ചതോടെയാണ് പ്രധാനമന്ത്രിയുടെ മാപ്പ് പറച്ചിൽ. छत्रपति शिवाजी महाराज को अपने आराध्य देव मानते हैं. उनके दिल को जो गहरी चोट पहुंची है, मैं ऐसे आराध्य देव की पूजा करने वालों को भी उनकी भी सर झुका करके क्षमा मांगता हूं. അടൽ സേതു കടൽപ്പാലത്തിലും മുംബൈയിലെ കോസ്റ്റൽ റോഡ് പദ്ധതിയുടെ തുരങ്കത്തിലും വിള്ളലുണ്ടായത് പ്രതിപക്ഷം മോദി സർക്കാരിനെതിരെ ആയുധമാക്കിയിരുന്നു. അടിസ്ഥാന വികസന രംഗത്തെ മോദി മോഡലായി ഈ സംഭവങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി. എന്നാൽ ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നത് മറ്റു സംഭവങ്ങളെക്കാൾ വലിയ തിരിച്ചടിയാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPയുടെ വിലയിരുത്തൽ. പാൽഘറിൽ പുതിയ തുറമുഖ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ മുംബൈയിലെത്തിയ മോദിക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് പ്രതിഷേധിച്ചിരുന്നു. പ്രതിമാ വിവാദത്തിൽ മറ്റന്നാൾ ഗേറ്റ്വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ സംയുക്ത പ്രതിപക്ഷ പ്രതിഷേധവും നടക്കും. 24 മുംബൈ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ PV അൻവർ MLA കുത്തിയിരിപ്പ് സമരം നടത്തിയതിൽ CPIM-ന് അതൃപ്തി. പാർട്ടി ജില്ലാ നേതൃത്വം MLA-യെ വിളിച്ചുവരുത്തി. ADGP MR അജിത് കുമാർ, മലപ്പുറം SP S ശശിധരൻ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു അൻവറിന്റെ സമരം. ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ഒരുത്തനെതിരെ പോലീസിന്റെ വയർലെസ് ചോർത്തി പ്രക്ഷേപണം ചെയ്തതിന് രാജ്യദ്രോഹ കുറ്റം വരുന്ന കേസിന് ഒരു പരാതി കൊടുത്തിട്ട് അത് അട്ടിമറിക്കാൻ ഈ പറയുന്ന MR അജിത് കുമാറിന് സാധിക്കുമെങ്കിൽ പിന്നെ ഈ നാട്ടിലെ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ഒക്കെ സിറ്റുവേഷൻ എന്താ? ഓൺലൈൻ ചാനലിന് രഹസ്യങ്ങൾ ചോർത്തി നൽകാൻ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ്
ADGP MR അജിത് കുമാറിനെതിരായ ആരോപണം. സുജിത് ദാസ് SP ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന പരാതി അന്വേഷിക്കുന്നില്ലെന്നാണ് നിലവിലെ SP S ശശിധരനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആക്ഷേപം. SP-ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. മലപ്പുറം SP കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനൊരു കളവ് നടന്നിട്ട് ഒരു അന്വേഷണം വേണ്ട. അവിടെ 2 മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത്? അപ്പൊ ഇദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട്. ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം SP. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം. ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. SP-യുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ സമരത്തിന് പിന്നാലെ അൻവറിനെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നേതൃത്വം അതൃപ്തി അറിയിച്ചു. പതിവ് സന്ദർശനമെന്നാണ് അൻവറിന്റെ വിശദീകരണം. നമ്മൾ സാധാരണ മാർക്കറ്റ് കൂടുകയെന്ന് പറയും. നമ്മൾ മാർക്കറ്റ് കൂടാന്ന് വന്നല്ല. ഇത് നമ്മളെ തറവാടാണ്. ഇവിടെ നമ്മൾ എപ്പോഴും വരുന്ന ഞങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. നിലമ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ സ്വാഗതസംഘം എഴുതുന്നത് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നു. മരം മുറിച്ചു കടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഇന്നലെ ക്യാമ്പ് ഓഫീസിലെത്തിയ MLA പോലീസ് തടഞ്ഞിരുന്നു. നേരത്തെ SP-ക്കെതിരെ പൊതുവേദിയിൽ വിമർശനം ഉന്നയിച്ചതും വിവാദമായിരുന്നു. 24 മലപ്പുറം. സംസ്ഥാനത്ത് IAS തലപ്പത്ത് അടിച്ചുപണി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയ്ക്ക് ജലവിഭവം, കോസ്റ്റൽ ഷിപ്പിംഗ് വകുപ്പുകളുടെ അധിക ചുമതല നൽകി. K. ജീവൻ ബാബുവിനെ വാട്ടർ അതോറിറ്റി MD-ആയും D. സജിത് ബാബുവിനെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാറായും നിയമിച്ചു. ശ്രീറാം വെങ്കിട്ടരാമന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ MD-യുടെ ചുമതലയും നൽകി. ദൃശ്യമാധ്യമ രംഗത്തെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. രാജ്യത്ത് ദൃശ്യമാധ്യമ രംഗം നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ സംഘം നടത്തിയ കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയം. NBF പ്രസിഡന്റും റിപ്പബ്ലിക് മീഡിയ നെറ്റ്വർക്ക് എഡിറ്റർ ഇൻ ചീഫുമായ അർണാബ് ഗോസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയായ ഡൽഹി 7 ലോക് കല്യാൺ മാർഗിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറിലേറെ നീണ്ടു. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൽ വഹിക്കുന്ന പങ്കും 4ാം തൂണായി നിലനിൽക്കേണ്ട ആവശ്യകതയും NBF സംഘം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ദൃശ്യമാധ്യമ രംഗത്തെ മാറുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചും വിശദീകരിച്ചു. വാർത്താ ചാനലുകളിൽ പ്രേക്ഷകർ കൂടുന്നതായി ഏൺസ്റ്റ് ആൻഡ് യങ് ഫിക്കി റിപ്പോർട്ട് വ്യക്തമാക്കുന്ന കാര്യം NBF സംഘം ചൂണ്ടിക്കാട്ടി. നേരത്തെ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി സംഘം പ്രത്യേക ചർച്ചയും നടത്തി. കൂടിക്കാഴ്ചയിൽ രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങളുടെ തലവന്മാരായ NBF ദേശീയ നേതാക്കളാണ് പങ്കെടുത്തത്. ശങ്കർ ബാല, കാർത്തികേയ ശർമ്മ, ജാഗി മംഗത് പാണ്ഡ, വരുൺദാസ്, റിങ്കി ഭുയാൻ ശർമ്മ, സഞ്ജീവ് നരൈൻ, സുരേഷ് ഗോയൽ, സുബ്രഹ്മണ്യം, അങ്കദ് ദീപ് സിംഗ്, ഐശ്വര്യ ശർമ്മ, മനോജ് വഡോദരിയ, പ്രശാന്ത് നീമ, പ്രവീന്ദ്രകുമാർ, അനിൽ സിംഗ്, NBF ഓഫീസിലെ R. ജയകൃഷ്ണ, ഇഷിത എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വാർത്താ പ്രക്ഷേപകരുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയാണ് NBF. 24 ഡൽഹി. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കമ്പിവേലിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഉടൻ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ VS ചന്ദ്രശേഖരന്റെ അറസ്റ്റ് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴ. തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പ് MSC ഡെയ്ല വിഴിഞ്ഞം തുറമുഖത്തിലെ ബർത്തിലേക്ക് അടുക്കുന്നു. കണ്ണൂർ തലശ്ശേരി മാഹി ബൈപ്പാസിൽ അമിത വേഗത്തിലെത്തിയ കാർ തലകീഴായി മറിഞ്ഞ് ഡ്രൈവർക്ക് പരുക്ക്. വാർത്തകൾ തുടരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ 2 ടൗൺഷിപ്പ് നിർമ്മിക്കും. മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക. ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ 24 എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ 1 വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ സ്നേഹസംഗമം നടക്കും. 24 ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, ദുരിതബാധിതർ, രക്ഷാപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ആദ്യമായി ഈ വേദിയിൽ ഒത്തുചേരും.
ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരും രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ച് ഒരു വേദി. എന്റെ കുടുംബം വയനാടിനൊപ്പം. ലോക മലയാളികൾ വയനാടിന് കൈത്താങ്ങായി 24 കണക്റ്റിനൊപ്പം അണിചേരുന്ന പുതിയ ചുവടുവയ്പ്. സെപ്റ്റംബർ 1 ഞായറാഴ്ച കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 24 കണക്റ്റുമായി സഹകരിച്ചാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് കൈത്താങ്ങാവാൻ എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 1 വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ദുരന്തബാധിതർ, രക്ഷാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, കലാകാരന്മാർ, 24 അവതാരകർ എന്നിവർ ആദ്യമായി ഒരു വേദിയിൽ ഒത്തുചേരും. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിൻ്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും 24 ഫ്ലവേഴ്സ് ജീവനക്കാരും അതിഥികളും അവതാരകരും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും കലാകാരന്മാരും ഒക്കെ ഒന്നിച്ച് ഒരേ മനസ്സോടെ 24 കണക്റ്റിൻ്റെ കുടക്കീഴിൽ വയനാടിനായി ഒന്നിക്കുന്നു. പരിപാടിയുടെ പ്രചാരണാർത്ഥം വയനാട് ടൂറിസം കൂട്ടായ്മ 24മായി കൈകോർക്കും. 31 രാവിലെ 8 മുതൽ വയനാടിന്റെ ടൂറിസം മേഖലയുടെ ഉണർവിനായും എന്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടിയുടെ പ്രചാരണത്തിന്റെയും ഭാഗമായി മെഗാ ബൈക്ക് റാലി നടത്തും. 24 വയനാട്. ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.